మిమ్మల్ని నేను సాలసారి సూచానండి. ఆయన വ്യാപാരములు మొదటిసారి നിമ്മളനി നാക്കു സാല നച്ചാരണ്ടി. നമ്മൾ തമ്മിൽ പലപ്പോഴും കണ്ടിട്ടുണ്ടെങ്കിലും ബിസിനസ്സിൽ ആദ്യമാ. എനിക്ക് നിങ്ങളെ ഇഷ്ടപ്പെട്ടു. మీకు മലയാളം తెలుసా? బాగా తెలుసు. ഞാൻ മലയാളിയല്ലേ. ഇതിനു മുമ്പ് ഇവിടെ വന്നപ്പോ തെലുങ്കാണല്ലോ സംസാരിച്ചത്? അത് ജീവിക്കാൻ വേണ്ടി. എന്റെ ബിസിനസ് ഒക്കെ ആന്ധ്രയിലല്ലേ, അതുകൊണ്ട് തെലുങ്ക് സംസാരിക്കുന്നു. അച്ഛൻ വഴി ഞാനും ആന്ധ്രയാ, അമ്മ വഴി കേരളം, തങ്കമണി. അമ്മയുടെ പേരായിരിക്കും. ഛേ, ഇത് സ്ഥലപ്പേരാണ്. അച്ഛൻ പൊയിലക്കൃഷിയുമായി ആന്ധ്രയിലായിരുന്നു. ആദ്യത്തെ വിളവെടുപ്പിന് തന്നെ ഞാൻ ഉണ്ടായി. അതോടെ അമ്മ ക്ലോസ്. അച്ഛനോ? ഒരു വിവരവും ഇല്ല. ഞാൻ ഉള്ളതും വിറ്റുപെറുക്കിഞ്ഞു പോന്ന്. സ്നേഹമുള്ള മകൻ. അയ്യോ, അച്ഛനോട് മാത്രമല്ല സ്നേഹം, അച്ഛന്റെ ഭാഷയോടും, തെലുങ്കിനോട്. ദിവസം ഒരു 5 തെലുങ്ക് വാക്കെങ്കിലും പറയാതെ എനിക്ക് ഉറക്കം വരികയില്ല. നിദ്ര രാതു. സുഖം തന്നെയല്ലേ? അതെ, എല്ലാം കഴിഞ്ഞല്ലോ. കഴിഞ്ഞു. വരട്ടെ. സൂക്ഷിച്ചുകൊണ്ട് പോണം. സ്വർണ്ണമാണ്, കെയർഫുൾ. പോലീസ് എങ്ങാനും വഴി വെച്ച്. എന്താ ഇത്? സ്വർണ്ണമാണ്, കെയർഫുൾ. മേലാൽ ബിസിനസ്സിലൊന്നും ഇടപെടണ്ട. കെയർഫുൾ. കാസിം, നമ്മുടെ കൂട്ടത്തിൽ ആരോ ഒരാൾ സർക്കാരിന്റെ കൂട്ടുകാരനായിട്ടുണ്ട്. ദൈവം പോലും അറിയാതെയാണ് നമ്മൾ സാഗറിന്റെ ഓപ്പറേഷൻ പ്ലാൻ ചെയ്തത്. എന്നിട്ടും സാഗറിന്റെ കാറിന്റെ പിറകെ കസ്റ്റംസുകാരുണ്ടായിരുന്നു. അതുകൊണ്ട് സൂക്ഷിക്കണം. കാസിമേ, പറഞ്ഞ കേട്ടല്ലോ, സൂക്ഷിക്കണം. സ്വർണ്ണ ബിസ്ക്കറ്റ്. ചുമ്മാരടാ. നമ്മുടെ ഓഫീസർ എവിടെ? പോയോ? പോയല്ലോ. ഒന്നുകൂടി. ഹലോ, ഇവിടെ എന്താ വിശേഷം? ശവം പൊക്കിയെടുക്കുക. ചത്തയാളുടെ. ചത്ത നമ്മുടെ എനിക്കറിയില്ല. വന്നേ. നേനോ സ്ഥാനോ, ഞാനും വരുന്നു. ആരാ പോലീസ് ഓഫീസർ? സാറ് ഫോട്ടോ എടുക്കാൻ പോയ ആളല്ലേ, ജീവൻ. ഞങ്ങൾ ഒരുമിച്ചാ ഡൽഹിയിൽ MA പഠിച്ചത്. ഹലോ. ഓഫീസിൽ ചെന്ന ഉടനെ. ഞാൻ ഹോട്ടൽ ചാണക്യ. എന്റെ പേര് ചാണക്യൻ. ഹോട്ടൽ ചാണക്യയുടെ മാനേജിംഗ് പാർട്ണറാണ്. മാഡത്തിന്റെ പേരെന്താണാവോ? ഐ എം അശ്വതി ഫ്രം സൺഡേ മിറർ. അശ്വതി. സൺഡേ മിറർ. സൺഡേ ഞായറാഴ്ച, മിറർ കണ്ണാടി. ഞായറാഴ്ച കണ്ണാടിയോ? അങ്ങനെ ഒരു കണ്ണാടി ഉണ്ടായിരിക്കും. അല്ലാതെ ഒക്കെ അർത്ഥം ഉണ്ടച്ചു. പ്രതിപക്ഷത്തിന്റെ ലേബർ യൂണിയന്റെ യൂണിഫോമിന്റെ നിറം എന്താ? ബ്ലാക്ക്. റോസ്. അത് കുറെ സംഘടിപ്പിക്കണം. കൂലിക്കായാലും തെറ്റില്ല. നമ്മുടെ ആളുകൾക്ക് ആ യൂണിഫോം കൊടുക്കണം. എന്നിട്ട് ഇന്ന് രാത്രി ഭരണകക്ഷിയുടെ മെയിൻ റോഡിലുള്ള ഓഫീസ് തല്ലി തകർക്കണം. ഭരണകക്ഷിയിൽപ്പെട്ട ആരുടെ? സംശയിക്കേണ്ട, മുഖ്യമന്ത്രിയുടെ പാർട്ടിയുടെ ഓഫീസ് തന്നെ. ആസിഡ് ബൾബോ, സോഡാ കുപ്പിയോ, കുന്തമോ, കുറുവടിയോ എന്ത് വേണേലും ഉപയോഗിച്ചോളൂ. ഓഫീസിനകത്ത് പാർട്ടിയുടെ പ്രവർത്തകർ കിടന്ന് ഉറങ്ങുന്നുണ്ടാവും. അവരെ വെറുതെ വിടണ്ട. ചെറുതായിട്ടൊന്ന് പെരുമാറിക്കൊള്ളൂ. പക്ഷെ സീരിയസ് ആകരുത്. ലോറൻസ്, നീ ഓർഗനൈസ് ചെയ്താൽ മതി, നേരിട്ട് ഇടപെടണ്ട. സാഗർ സമ്മതിച്ചു വന്നിരിക്കുന്നു. ഡീസന്റ് ഐഡിയ. എനിക്കിങ്ങനെ ഒരു ഐഡിയ തോന്നിയില്ലല്ലോ. എന്നാ തോന്നിയിട്ടുള്ളത്? കറക്റ്റ്. അറബിക്കടലിൽ പിള്ളേച്ച, അറബിക്കടലിൽ പിള്ളേച്ച. ജയ് ജയ് കേരള ദേശം, ജയ് ജയ് കേരള ദേശം. ഇഞ്ചിക്കാടാ നേതാവേ, ഇഞ്ചിക്കാടാ നേതാവേ, ധീരതയോടെ നയിച്ചോളൂ. ജയ് ജയ് ഇഞ്ചിക്കാടൻ, ജയ് ജയ് ഇഞ്ചിക്കാടൻ. കള്ളാകുള്ള പിള്ളേച്ച, കള്ളാകുള്ള പിള്ളേച്ച. കൊള്ളത്തരമോ രാഷ്ട്രീയം, കൊള്ളത്തരമോ രാഷ്ട്രീയം. അടിയുടെ ഇടിയുടെ വെടിയുടെ മുന്നിൽ, അടിയുടെ ഇടിയുടെ വെടിയുടെ മുന്നിൽ മുഷ്ടി ചുരുട്ടി എതിർത്തവർ ഞങ്ങൾ, മുഷ്ടി ചുരുട്ടി എതിർത്തവർ ഞങ്ങൾ. തോറ്റിട്ടില്ല, തോൽക്കുകയില്ല, തോറ്റിട്ടില്ല, തോൽക്കുകയില്ല. കേരള
ദേശം സിന്ദാബാദ് കേരള ദേശം സിന്ദാബാദ് ഇഞ്ചിക്കാരൻ സിന്ദാബാദ് ഇഞ്ചിക്കാരൻ സിന്ദാബാദ് ജയ് ജയ് കേരള ദേശം ജയ് ജയ് കേരള ദേശം ജയ് ജയ് കേരള ദേശം ജയ് ജയ് ഇഞ്ചിക്കാരൻ ഇഞ്ചിക്കാര നേതാവേ ഇഞ്ചിക്കാര നേതാവേ ധീരതയോടെ നയിച്ചോളൂ ധീരതയോടെ നയിച്ചോളൂ ലക്ഷം ലക്ഷം പിന്നാലെ കള്ള അതുള്ള എന്തായാലും അന്നേരം കച്ചവടം ഒന്നും അറിഞ്ഞില്ലേ ഇല്ലേക്കാ ഒന്നും ഉണ്ടായില്ല ചെക്കൻ രാവിലെ തുടങ്ങിയല്ലോ മനുഷ്യനെ വെറുപ്പിക്കാൻ. ബാപ്പ ചായ. എന്തായാലും എനിക്ക് ചായ വേണോ? വേണ്ട. ശിവനെ കൊണ്ട് ഞാൻ തോറ്റി. ആ കായിക്ക ഇന്ന് ചാകരെടുക്കുന്ന ദിവസമാ. അറബിയ സിലാണ അറബി. ആര് പറഞ്ഞു? ലോറൻസ്. വഹാബിനോടും ശശാങ്കനോടും തെക്കോട്ട് നേരത്തെ നീങ്ങാൻ ലോറൻസ് പറഞ്ഞിട്ടുണ്ട്. ആ കായിക്ക ഷാഹുൽ ഇന്നലെ നല്ല കോളായിരുന്നു. ഹിപ്പിയോട് ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്. മുടിഞ്ഞോൻ ഓന്റെ വർത്താനം മേലാൽ ഇവിടെ പറഞ്ഞു പോയരുത്. ഹലോ ആ സാർ ജനയമ്മേ ജനയമ്മേ ജനയമ്മല്ലേ ഇവിടെ? അമ്പലത്തിൽ പോയിരിക്കുക. ആ കായിക്കാ അങ്ങോട്ട് നീങ്ങി ഇങ്ങോട്ട് നീങ്ങി മോനിരിക്കി. എനിക്കൊരു 10 രൂപ തരുക. എന്തിനാ? പട്ടം പറപ്പിക്കാനാ. കൊടുക്കല്ലേ മോനെ? തിരിച്ചു കൊടുക്കണം. നമുക്ക് നീ പാടാ. നമുക്ക് കള്ള ഹറാൻ പറഞ്ഞോനെ. കാസിമിനെ കൊന്നല്ലേ? അവൻ ജോണിയെ കൊന്നു. അതുകൊണ്ട് ജോണിന്റെ ജീവൻ തിരിച്ചു കിട്ടുമോ? കൊല്ലും കൊലയും എന്നാ ഈ തൊഴിലിലൊന്ന് അവസാനിച്ച് കിട്ടുക. ഈ തൊഴിൽ നിലനിൽക്കുന്നിടത്തോളം അതുണ്ടാവും, തുടർന്നുകൊണ്ടേയിരിക്കും. ഷാഹുൽ എവിടെ? ഓനകത്തുണ്ട്. എന്തിനാ? അവൻ കഞ്ചാവ് കച്ചവടം തുടങ്ങിയെന്ന് കേട്ടു. എനിക്ക് അവനെ ഒന്ന് കാണണം. കാലത്താണ് വന്ന് കിടന്നത്. ഞാൻ വിളിക്കാം. ഷാവുലേ, അല്ല ഷാവുലേ, ഷാവുലേ. ഞാൻ പറഞ്ഞു നോക്കി, ആര് കേക്കാൻ? ഒന്ന് പറഞ്ഞ 10 തർക്കുത്തരം പറയും. അതാണ് ഓന്. പാപ്പ എന്തിനാ വിളിച്ചത്? ഷാഹുലേ, നിന്റെ പുതിയ കച്ചവടം എങ്ങനെയുണ്ട്? തരക്കേടില്ല. നിനക്ക് ചേർന്ന തൊഴിലല്ല ഇത്, നീ നിർത്തണം. എല്ലാവർക്കും സ്വർണ്ണ കച്ചവടം ചെയ്യാൻ സാധിക്കൂ? ഇഷ്ടം പോലെ ചെയ്യാം. പിന്നൊരു കാര്യം, സ്ക്വാഡ് പിടിച്ചെന്ന് പറഞ്ഞ് എന്റെ അടുത്ത് വന്നാൽ ഞാൻ തിരിഞ്ഞു നോക്കത്തില്ല. ഓ, ഹറാം പറഞ്ഞോനെ. ഓന്റെ ധിക്കാരം കണ്ടില്ലേ? വാ. ചെല്ലടാ. എന്തോ കാർ റാലി ഉണ്ടായിരുന്നല്ലോ, ആ കാറുകളെല്ലാം ചെക്ക് ചെയ്തോ? അതെന്തിനാണ് സാർ? കാർ റാലിയിൽ താൻ വിചാരിച്ചതിന് അയാളും വിചാരിച്ചു കാണും. ഈസ് എ ക്ലവർ മാൻ. അതുകൊണ്ടാണ് അയാളെ ജാക്കി എന്ന് വിളിക്കുന്നത്. സാർ, എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ തെറ്റില്ല. അവരുടെ കൂട്ടത്തിൽ ഒരാൾ തന്ന ഇൻഫർമേഷൻ ആണ്. ഐ റിപ്പീറ്റ്, KBV 4600 ബ്ലൂ മാരുതി. ഗോ ആൻഡ് ഫൈൻഡ് ഇറ്റ് ഔട്ട്.
പുറത്തേക്ക് ഇറങ്ങണം. എന്താണ് സാർ? പുറത്തേക്ക് ഇറങ്ങാനല്ലേ പറഞ്ഞത്? മൈൻഡ് യുവർ വേർഡ്സ്. ഐ എം എ ബോണഫൈഡ് പാസഞ്ചർ. വാട്ട് യു വാണ്ട്? ഞങ്ങൾക്ക് ഈ വണ്ടി ഒന്ന് സെർച്ച് ചെയ്യണം. അത് പറഞ്ഞാൽ പോരെ? സെർച്ച് ഇറ്റ്. കം ഓൺ. ഇനി പോവാലോ? തുറന്നോട്. ഇതിൽ പറഞ്ഞിരിക്കുന്ന ആവശ്യങ്ങൾ ന്യായമാണ്. ഞാൻ ഈ നിയോജക മണ്ഡലത്തിൽ നിന്നും ജയിച്ചാണ് മുഖ്യമന്ത്രിയായിരുന്നു വെച്ച് എനിക്ക് ചില പരിമിതികളൊക്കെ ലഭ്യമാനന്താ. ഒന്നാമത് 18 കോടി രൂപ കമ്മി ബഡ്ജറ്റുള്ള ഒരു ഗവൺമെന്റാണ് നമ്മളുടേത്. എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞ് ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നടത്താൻ കാശിന് ഞാനവിടെ പോവും. ഏതായാലും ഞാൻ ഫിനാൻസ് മിനിസ്റ്ററുമായിട്ടൊന്ന് ആലോചിക്കട്ടെ. താൻ തിങ്കളാഴ്ച തിരുവനന്തപുരത്തേക്കൊന്ന് വാ. പോവാൻ സമയമായി. ശേഖരൻകുട്ടിയോട് റെഡിയാകാൻ പറ. സാർ, അച്ഛൻ റെഡിയായി, പോകാമെന്ന് പറഞ്ഞു. ഒരു 5 മിനിറ്റ്. സാർ, ഇപ്പൊ തന്നെ വളരെ വൈകി. പറഞ്ഞാ മതി. എന്താടാ? പറയാം. അച്ഛൻ എപ്പോഴാ പോകുന്നത്? ഉടനെ പോവും. നീ ഈ കാറും കൊണ്ട് അച്ഛൻ്റെ കൂടെ പോയിക്കോ. ഞാൻ നിന്റെ കാര്യം വരാം. വാ. അതെ അതെ, ഞാൻ പുറപ്പെട്ടു കഴിഞ്ഞു. നിങ്ങളുടെ യോഗത്തിൽ പ്രസംഗിച്ചിട്ടേ ഞാൻ പോവൂ. നീ റെഡിയായില്ലേ? അച്ഛൻ പുറപ്പെട്ടോളൂ, ഞാൻ സാഗറിന്റെ കാറിൽ വന്നോളാം. ശരി, വരട്ടെ. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. നമ്മുടെ സാർ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. എവിടെ? മോളിലുണ്ട്. സാറേ, പോണ്ടേ? പോണ്ടേ? ട്രെയിന് സമയമായി. സാർ, ആദ്യം കണ്ണും മുഖമൊക്കെ ഒന്ന് കഴിക്കേ. പതുക്കെ പതുക്കെ. ലോറൻസ്, ഈ പരുവത്തിൽ പുള്ളിയെ ട്രെയിനിൽ വിടണ്ട. നമ്മുടെ ഏതെങ്കിലും കാറെ അയച്ചാൽ മതി. എന്താ ആവശ്യം എന്ന് വെച്ചാൽ കൊടുത്തേക്ക്. പിറന്നാളാണെന്ന് ജ്യോതിയുടെ അമ്മ പറഞ്ഞപ്പോഴേ അറിഞ്ഞത്. അമ്മയ്ക്ക് സുഖാണെന്ന് പറയാൻ പറഞ്ഞു.
അതെ, ഞാൻ ഈ കരച്ചില് കാണാനല്ല വന്നത്. ഇങ്ങോട്ട് നോക്കി. ഈ കണ്ണീരിങ്ങനെ ചുമ്മാ കളയാനുള്ളതല്ല, വളരെ വില കൂടിയതാ. ജ്യോതി ചെറുപ്പമല്ലേ, ഇനിയും ജീവിതത്തിൽ ഇത് ഉപയോഗിക്കേണ്ട അവസരങ്ങൾ ഒരുപാട് വരും. ഞാൻ പോട്ടെ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. കാര്യം എന്താണെന്ന് എനിക്കറിയാം. ഞാൻ ഒരുപാട് തവണ ഇത് കേട്ടിട്ടുള്ളതല്ലേ. സാഗർ അപകടം പിടിച്ച ഈ തൊഴിൽ നിർത്തണം, അല്ലേ? സാഗർ എന്നെ മറക്കണം. ഞാനൊരു കുറ്റവാളിയാണ്, ജയിൽ പുള്ളിയാണ്. സാഗർ വേറൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കണം. ഇതല്ലേ പറയാനുള്ളത്? എടി പെണ്ണേ, അന്നും ഇന്നും എനിക്കൊരു ഉത്തരമേ ഉള്ളൂ. ഈ ലോകം മുഴുവൻ നിന്നെ ജയിൽ പുള്ളി എന്ന് പറഞ്ഞാലും ഞാൻ ഈ കഴുത്തിലെ താലി കെട്ടു. അതുകൊണ്ടുണ്ടാവുന്ന കുറവ് ഞാൻ സഹിച്ചോളാം. വേറൊരു പെൺകുട്ടിയെ ഈ സ്ഥാനത്ത് കാണാൻ എനിക്കാവില്ല. ജ്യോതി, എന്താ ഇത്? കരച്ചിൽ നിർത്താൻ. എന്നെ വല്ലതും അറിയിക്കാനുണ്ടെങ്കിൽ ഒരു കത്തെഴുതി അസിസ്റ്റന്റ് വാർഡൻ ജനാർദ്ദൻ അറിയിപ്പിച്ചാൽ മതി. ഞാൻ പോട്ടെ. ഇരിക്കണം. വായിച്ചു നോക്കണം. രണ്ടു മൂന്നെണ്ണം ആയാലും വരുന്നു ഡൽഹിയിൽ നിന്ന്. കുറച്ച് വായിക്കണം. Regret to inform you that the Home Department of the state is not giving sufficient moral support to the customs authorities to prevent the... സച്ച് ആൻഡ് സച്ച് ആക്ടിവിറ്റീസ് അല്ലേ? I will look into the matter, sir. കഴിഞ്ഞ പ്രാവശ്യം ഇത് തന്നെയല്ലേ പറഞ്ഞത്? നിങ്ങളുടെ ഇൻഎഫിഷ്യൻസിക്ക് ഡൽഹിയിലുള്ളവരുടെ ചീത്ത ഞാൻ കേൾക്കണോ? I will be alert, sir. പക്ഷേ കമോൺ. സാർ തന്നെ പിന്നെ എന്നെ റെസ്ട്രിക്ട് ചെയ്യരുത്. എനിക്കറിയാം നിങ്ങളത് പറയുമെന്ന്. ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ വൈരാഗ്യം തീർക്കുന്നത് കയ്യിൽ കിട്ടുന്ന പാവങ്ങളോടാണല്ലോ. പിന്നെ എന്ത് ചെയ്യണം, സർ? അതറിയാമെങ്കിൽ ഞാനതിന് ചെയ്താൽ പോരെ? നിങ്ങളോട് പറയണോ? നിങ്ങൾ എന്ത് ചെയ്താലും ശരി, മേലിൽ ഇത്തരം കംപ്ലൈന്റ്സ് ഉണ്ടാവരുത്. യെസ്, സർ. മിസ്റ്റർ തോമസ്, സർ, നിങ്ങൾ തന്നെ ഐ ജി ആയിട്ടിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല. There are other competent persons. തന്റെ കീഴിൽ ഐ ജി ആയിട്ടിരിക്കണമെന്ന് എനിക്ക് വലിയ നിർബന്ധമൊന്നുമില്ല. തന്റെ സീമന്ത പുത്രനുണ്ടല്ലോ, അവനെയും കൂട്ടരെയും, അങ്ങനെ ഒരു പുത്രന് ജന്മം കൊടുത്ത തന്നെയും അകത്താക്കാൻ എനിക്ക് കഴിയാഞ്ഞിട്ടില്ല. പക്ഷേ കുറച്ചു കാലം കൂടിയേ ബാക്കിയുള്ളൂ ഈ ഉടുപ്പൂരാൻ. അതുവരെ പിടിച്ചു നിന്നാ കൊള്ളാമെന്നുണ്ട്. അതുകൊണ്ടാ ഗതി കെട്ടിട്ടും തന്റെ മുമ്പിൽ കൈയും കെട്ടി നിൽക്കുന്നത്. തനിക്ക് മനസ്സിലായോടൂ? മിസ്റ്റർ തോമസ് പോയില്ലേ? സാർ,